ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷിജാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് കേട്ടോ. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സംഭവങ്ങളും ഉരുൾപൊട്ടലും അവിടെ നടക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടുന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ടിരിക്കുന്നു ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഒന്നാമത് ഞാൻ കേൾക്കുന്നത് അപ്പോഴേ അങ്ങ് മറന്നു പോകുന്ന കാര്യങ്ങൾ. ഇപ്പം തന്നെ മരണം 240 മേളിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭീകരമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അറിവ് വെച്ചിട്ട് ഞാനിപ്പോഴാണ്. പിന്നെ നമ്മളെ 2018 വെള്ളപ്പൊക്കം അത് നമ്മൾ കണ്ടതാണ്. അതിലിത്രയൊന്നും മനുഷ്യരൊന്നും മരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ഇതല്ലായിരുന്നെന്ന്. വെള്ളപ്പൊക്കം ഭയങ്കരമായിരുന്നു, പക്ഷെ മരണം എനിക്ക് തോന്നണില്ല ഇത്ര ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ 2018 വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുമൊക്കെ അതിന് സാക്ഷികളാണ്. ഞങ്ങൾക്കും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് എന്താ ഇപ്പം തന്നെ മരണം 240-ലോ 50-ലോ ഒക്കെ മേളിലായി. ഇപ്പോഴും അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു 5 മിനിറ്റിന് മുമ്പേ ഒരു ഡെഡ് ബോഡി കിട്ടി അതെടുത്തുകൊണ്ട് പോകുന്നതാണ് കാണിച്ചത്. നമ്മൾ മനസ്സാക്ഷി ഉള്ളവർ ഇത് കണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്കൊരു വലിയ സങ്കടകരമായൊരു കാഴ്ചയാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ തീവ്രതയും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ഇവിടെ ഇരുന്ന് ടി വി കൂടെ കാണുമ്പോൾ അയ്യോ ഒന്ന് കാണുന്ന സമയത്ത് കഷ്ടം, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകും. നമ്മളത് അപ്പം 5 മിനിറ്റ് കൊണ്ട് മറക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്. ടി വി ന്യൂസ് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അത് ഓർക്കുന്നത്. ന്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കും, പിന്നെ നമ്മൾ വേറെ ജോലികളുമായിട്ട് പോയി നമ്മളതിനെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മളെപ്പോലെ തന്നെ ഒരു കുടുംബമായി, പിന്നെ ഒരു കുടുംബമായിട്ട് മക്കളും കൊച്ചുമക്കളും മരുമക്കളും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ച മനുഷ്യരാണ് ഇന്ന് പെരുവഴിയിലൊന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അതൊന്ന് ഓർത്ത് നോക്കണം. ഉടുക്കുന്ന തുണിയോടെ നിൽക്കുന്ന മനുഷ്യരാണ് അവിടെ നിൽക്കുന്നതെല്ലാം. അപ്പം ആ ഒരു അവസ്ഥയിലൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും അവർക്കത് ഓർക്കുമ്പോൾ? അവരുടെ ഒരു ആയുഷ്കാലം മൊത്തം കഷ്ടപ്പെട്ടതാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ കൂടെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു. നമ്മൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ അധ്വാനം, ഒരു മനുഷ്യായുസ് മൊത്തവും അധ്വാന ഫലമാണ്. അവരെ മക്കൾ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ നഷ്ടപ്പെട്ടു, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ എന്തോരമുണ്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല. എന്താണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ഈ കാലാവസ്ഥയുടെ പ്രകൃതി ഇങ്ങനെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പ്രകൃതിക്ക് തന്നെ മനുഷ്യരുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പണ്ടുള്ളവരൊക്കെ പറയില്ലേ, മനുഷ്യരുടെ പ്രവൃത്തിയാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലാവസ്ഥയെ കാലങ്ങളിലൂടെ കാണിക്കുന്നതൊക്കെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞ്, പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ഞങ്ങളുടെ ചെറുതിലേക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞതിന് തെറ്റാണെന്ന് ആരെങ്കിലും ധരിക്കുമോ? ഇപ്പം അവരവരുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹജീവികളാണ് അവർ, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ. അപ്പോൾ അവരെ ഗവൺമെൻറ്റും എല്ലാ സംഘടനയും കൂടെ ചേർന്നിട്ട് അവർക്കൊരു തണൽ, അവർക്കൊരു ഭവനം ഒക്കെ ഒരുക്കി കൊടുക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുത്ത് അവരെ സഹായിക്കാനായിട്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോലെ തന്നെ അവർ ഇന്നലെ ഒരു കുടുംബമായിട്ട് ജീവിച്ചതാണ്. ഇന്നവർക്ക്
കെ ഒന്ന് കിടക്കാൻ പോലും ഒരു തല ചായ്ക്കാൻ ഒരിടം ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ അവരെ നമുക്ക് കേരളീയരൊറ്റക്കെട്ടായി നിന്ന് അവരെ എല്ലാവരും ചേർന്ന് സഹായിക്കണം. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എത്തിക്കും. എല്ലാവരും എത്തിക്കുന്നുണ്ട്. ഇപ്പോഴ് എല്ലായിടത്തും നിന്ന് അവർക്ക് സഹായങ്ങളും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ അവർക്കത് മാത്രം പോരല്ലോ, അവർക്ക് കിടക്കാനൊരു സ്ഥലം വേണമല്ലോ, അവർക്കൊരു വീട് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും വലിയൊരു സഹായം ഗവൺമെൻറ്റിൻ്റെയാണ് വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് മുൻകൈ എടുത്ത് അത് ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. എന്നുവെച്ചാൽ ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷമം അറിയണമെങ്കിൽ അത് ഇല്ലാത്തവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. നമ്മൾ ഇന്നും വാടക കൊടുത്ത് കഴിയണവരാണ്. നമ്മൾ ആരുടെയും മുമ്പിൽ ഇന്നവരെ കൈനീട്ടാൻ നമുക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരുപാട് അപേക്ഷ കൊടുത്തതാണ്. ഇന്നവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് ഇവർക്ക് നമുക്ക് തരാനുള്ളതും കൂടെ ഈ പാവങ്ങൾക്ക് കൊടുക്കട്ടെ. വെച്ചാൽ നമുക്ക് ഇന്നൊരു വാടകയ്ക്കെങ്കിലും വീട് എടുക്കാൻ നമുക്ക് കിടക്കാം. പക്ഷെ അവർക്ക് ഈ നിൽക്കുന്ന നിപ്പിൽ എല്ലാം നഷ്ടപ്പെട്ട്, സമ്പാദ്യവും നഷ്ടപ്പെട്ട്, ആളും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവരെന്ത് ചെയ്യും? അപ്പം ഗവൺമെൻറ് മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായം അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ തന്നെ എല്ലാവരും അവരെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നല്ലവരായ നമ്മുടെ കേരളീയർക്ക് അതിനുള്ള മനസ്സുണ്ട്, സഹായിക്കാനുള്ള മനസ്സുണ്ട്. എല്ലാവരും അവരെ നന്നായിട്ട് സഹായിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നമ്മളെന്ത് സഹായിക്കാൻ, നമുക്കൊന്നും ഇല്ലാത്തവരാണ്. നമ്മൾ അന്നന്നേക്ക് ജോലി ചെയ്ത് കഴിയുന്ന ആൾക്കാരാണ്. സഹായിക്കാൻ നല്ല മനസ്സുള്ള ആളാണ് ഞാനും. പക്ഷേ നമുക്കവിടെ വരെ ഒരു ജോഡി ഡ്രസ്സെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. കുഞ്ഞുങ്ങൾക്കായാലും ഒരു ജോഡി ഡ്രസ്സെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ വരെ ചെല്ലാനൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അപ്പം കഴിയുന്നവർ പോയി അവരെ സഹായിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് അവരോടൊപ്പം ഉണ്ട്. നമ്മുടെ സഹജീവികളാണ് അവർ, അല്ലാതെ അവരെ തള്ളിക്കളയേണ്ടവരല്ല. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയം ഇതാണ്. എല്ലാവരും കേരളീയർ ഒറ്റക്കെട്ടായി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് താങ്ങായി തണലായി ഒരിടം, അവർക്കൊരു ചായ്ക്കാൻ ഒരിടം കിട്ടുന്നത് വരെ അവരെ കൂടെ നിന്ന് അവരെ സഹായിക്കണമെന്നാണ് ഈ എളിയ എൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ ഇനി ഇതുപോലെ നമ്മുടെ കേരളീയർക്ക് ഇനി ഒരു ദുഃഖം കൂടെ കാണാനിട വരാതിരിക്കട്ടെ. ഒരു നാട്ടിലും, നമ്മുടെ കേരളത്തിലെന്നല്ല, ഒരു രാജ്യത്തും, ഇന്ത്യയിലായാലും പുറത്തായാലും എങ്ങും ഇതുപോലെ ഒരു പ്രകൃതിയുടെ ഒരു ദുരന്തം അനുഭവിക്കാൻ ആർക്കും ഇടവരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ വീഡിയോ. ഇതിൽ 2 വാക്ക് ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം എല്ലാം നല്ലതിനായിട്ട് നല്ലതായി തീരട്ടെ. കിട്ടാനുള്ളവരെയൊക്കെ കിട്ടട്ടെ, വേഗം കിട്ടട്ടെ. പാർപ്പിടം അവർക്ക് എത്രയും പെട്ടെന്നൊരു ഭവനം ഒരുക്കി കിട്ടട്ടെ. എല്ലാം വേഗത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.